ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 1.25 ആസ്കിങ് അത് നെഗോഷ്യബിൾ ആണ് അല്ലേ? ഫുൾ ഫിനാൻസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സാർ അത് 2015 വണ്ടി. 15 അതും സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇതൊക്കെ ആകുമ്പോൾ 2019 മുകളിൽ CNG വണ്ടിയാണ്. ഇതും നമുക്കൊരു 3.85 റേഞ്ചിലേക്ക് കൊടുക്കാൻ പറ്റും. 3.85 CNG വണ്ടി 30 കിലോമീറ്റർ മൈലേജ് 30 കിട്ടും ഇതിനൊക്കെ. ഇത് നമുക്ക് എന്ത് വിലയുണ്ട്? 16 ആകുമ്പോൾ നമുക്ക് 2.85 2,85,000 രൂപ. ആകുമ്പോൾ 4.85 ആസ്കിങ് 4.85 അത് 25 വണ്ടിയാണ് 24 അപ്പുറത്തോട്ട് പോയി. ഇതും പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ നമുക്ക് 6,000 രൂപ കൊടുത്തേക്കാം. 6,25,000 രൂപ ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. 2019 മോഡൽ. കൊള്ളാം. നല്ലൊരു ടാക്സി വണ്ടിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ വന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് കിഡിലൻ ക്വാളിറ്റിയുള്ള ടാക്സി വണ്ടികളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും കൂടി ഒരു സെൻട്രൽ പോയിന്റിലുള്ള തലയോലപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ ഫ്ലൈ വീൽസിനാണ് കേട്ടോ. ഫ്ലൈ വീൽസ് നമ്മളിവിടെ എപ്പോൾ വന്നാലും ഈ ഒരു ഷോറൂമിൽ, ഇവർക്ക് മൊത്തം 3 ഷോറൂമുണ്ട് ഇവിടെ. 2 ഷോറൂം നോർമൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടികളൊക്കെ ആണെങ്കിലും ഈ ഒരു ഷോറൂമിൽ കംപ്ലീറ്റും ടാക്സി വണ്ടികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് ടാക്സി, അത് ഇപ്പോൾ എറണാകുളം ഭാഗത്തേക്കൊക്കെ ആണെങ്കിലും ഈ ഊബർ ഓടിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വണ്ടികൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ വലിയ വണ്ടികൾ അത് വേറെയുണ്ട്. എടുത്തു പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് മാക്സിമം വില കുറച്ച് ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. എല്ലാം തന്നെ അത്യാവശ്യം നല്ല വണ്ടികളാണ്. പിന്നെ വേറൊരു കേസ് കൂടി പറഞ്ഞുതരാം, നിങ്ങൾക്ക് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നമ്മുടെ അമീൻ ബ്രോ ഉണ്ട്. റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. തുടങ്ങിയാലോ ബ്രോ? തുടങ്ങിയേക്കാലോ. എന്തൊക്കെയാ നമുക്ക് ഇപ്പൊ ഈ ടാക്സി വണ്ടി? എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിങ്ങൾ തന്നെ ആയിരിക്കും ഇത്രയും വണ്ടി. ടാക്സിക്ക് വേണ്ടി ഒരു ഷോറൂമാണ് എന്റെ അറിവിലുള്ളൂ. പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. ടാക്സികൾ വിൽക്കുന്നവരുണ്ട്, പക്ഷേ ടാക്സിക്കായിട്ട് ഒരു ഷോറൂം ഇത്രയും ടാക്സിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. അതെ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ വണ്ടികൾ, അതായത് LP നമ്മുടെ CNG ഉള്ള വണ്ടികൾ, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടാക്സി വണ്ടികളാണ് ഈ പറഞ്ഞ ഹൈ ക്വാളിറ്റി വണ്ടികൾ. ക്വാളിറ്റി പക്കയാണ് എല്ലാ വണ്ടികളും നോക്കിയോ. അതെ, നമ്മൾ പറയണൊന്നും നോക്കണ്ട, വന്നിട്ട് മാക്സിമം ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വണ്ടീൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് അല്ലേ? നമുക്ക് പറഞ്ഞു തുടങ്ങിയാലോ? വണ്ടികളങ്ങ് കാണിച്ചു തരാം. അതായത് ഒറ്റ കാര്യം നോക്കിയാൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വില കുറച്ചിട്ട് തരുന്ന വണ്ടികളാണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ആദ്യത്തെ വണ്ടിയാണ് നമുക്ക് അൾട്ടോ കാണിച്ചു കൊടുക്കാം. അൾട്ടോ ഏതാ മോഡല്? ഇതിപ്പോ 2014 മോഡൽ ആൾട്ടോ CNG വണ്ടിയാണ്. 14 CNG. അതെ, അതും ഈ ഒരു കവറാണ് അല്ലേ? അതെ. ഇത് കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? ഇത് 1.25 ഓടിയിട്ടുണ്ട്. 1.25. പ്രൈവറ്റ് വണ്ടി ആയിരുന്നു, ടാക്സി ആക്കിയതാണ്. ഇത് വേണ്ടവർക്ക് പ്രൈവറ്റ് തന്നെ ആക്കി. ഇത് പിന്നെ ഒരു 30 കിലോമീറ്റർ മൈലേജ് കിട്ടൂലേ? ഇതിനൊക്കെ 35 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും അല്ലേ? 800cc വന്നല്ലേ? അതെ. ഈ കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിയോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കിലോമീറ്റർ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും എപ്പോഴും വണ്ടിയുടെ. ഇതൊക്കെ പക്കയാണോ? ഇതൊക്കെ പക്ക വണ്ടി, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 1.5 രൂപ കൊടുത്തേക്കാം. മോഡൽ 2014 ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. 1 ലക്ഷത്തി പ്രൈവറ്റ് ആക്കണമെങ്കിൽ പ്രൈവറ്റ് ആക്കിയും കൊടുക്കാം കേട്ടോ. എങ്ങനെ വേണം തരാം. 1.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അത് എടുത്തോണ്ട് പോകാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഗണർ ഉണ്ടല്ലോ. ഇത് 2023 മോഡല് CNG വണ്ടിയാണ്. CNG. ഇതും ഈ പറഞ്ഞ പോലെ ഒരു 30 കിലോമീറ്റർ മൈലേജ് കിട്ടും കേട്ടോ. അതെ. 30 കിട്ടും. വണ്ടി നല്ല പക്കയാണ്, വേറെ അപാകതകളൊന്നും ഉണ്ട്. ബോണ്ടും ഗ്ലാസും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോണ്ടും ഗ്ലാസും അല്ലേ? മേജർ ഇടിയാണോ? മേജറായിട്ട് അബ്രോമുട്ടിയോ അങ്ങനെയൊന്നുമില്ല. ബോണ്ട് ഗ്ലാസ് അതിന്റെ ക്ലെയിം ഒക്കെ കമ്പനിയിലുണ്ട്. ശരി, എന്താ വില ഇപ്പൊ? ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 5-10 ആസ്കിങ്. കസ്റ്റമർ തന്നെയാണ്. 23 വണ്ടി അല്ലേ? ഓക്കെ. അതൊക്കെ വിലയൊക്കെ നമുക്ക് മാക്സിമം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് വണ്ടി കണ്ട് നേരിട്ട് സംസാരിക്കുമ്പോഴല്ലേ അതൊക്കെ ആവണത്. മാക്സിമം ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ 2016 മോഡല്. 16. ഇത് CNG ഉണ്ടോ? ഇത് CNG വണ്ടിയാണ്. CNG ആണ് അല്ലേ? നല്ല മൈലേജ് ഒക്കെ കിട്ടും. ഇതിന് 10-35 റേഞ്ച് മൈലേജ് കിട്ടും. അതെ. അപാകത എന്തെങ്കിലും ഉണ്ടോ? ഇതിന് അപാകതയൊന്നുമില്ല. പിന്നെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ വരാൻ നേരത്ത് പെയിന്റിങ്, ടാക്സിയുടെ അറിയാമല്ലോ, പെയിന്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കണം. കിലോമീറ്ററോ? ഇതിന്റെ 1.25 1.85 അങ്ങനെ അല്ലേ? വില എത്ര വരും? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 1.25 ആസ്കിങ്. അത് നെഗോഷ്യബിൾ ആണ് അല്ലേ? ഫുൾ ഫിനാൻസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇയോൺ ആണ്. ഇത് 2018 മോഡല് CNG വണ്ടി. ഒക്കെ പുതിയ ടെസ്റ്റ് ഉള്ള വണ്ടിയാ കേട്ടോ. ഇതൊക്കെ ആകുമ്പോൾ ഇതും 2 ലക്ഷം കിലോമീറ്റർ പോയിട്ടുണ്ട്. ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 2,500 രൂപ കൊടുക്കാം. 18 ആണ്, നെഗോഷ്യബിൾ ആണ്. ഈ 2,500 തന്നെ ഫുൾ ഫിനാൻസ് തരണം കേട്ടോ. അതെ. മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും കേട്ടോ. മാക്സിമം കുറച്ച് തരാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിസയർ ഉണ്ടല്ലോ. ഇതേതാ മോഡൽ? ഡിസയർ അത് 2015 വണ്ടി. 15. അതും സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇതും 2.4 കിലോമീറ്റർ പോയിട്ടുണ്ട്. വേറെ അപാകതയൊന്നും ഇല്ല. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 1.95 കൊടുക്കാം. 1.95 കൊടുക്കാം. നല്ല പ്രൈസ് കേട്ടോ. അതുപോലെ തന്നെ ടൂർ പാക്കേജ് കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ പക്കായിട്ട് യൂസ് ചെയ്യാവുന്ന 1,25,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി, ഡീസൽ വണ്ടി. 24 കിലോമീറ്റർ ഗ്യാരണ്ടി മൈലേജ് വമ്പൻ ഓഫർ ആയിട്ട് കൊടുക്കാം. 2017 ഇത് മറ്റേ കിഫ്ബിയിൽ കിടന്ന് ഓടിക്കൊണ്ടിരുന്നത് കമ്പനി വണ്ടിയാ. ഈ റെന്റിങ് വന്നപ്പോൾ ആ ഒരു ഇത് വന്നേക്കണുള്ളൂ. വില എന്ന് പറഞ്ഞാൽ 540. 17 ലോ കിലോമീറ്റർ വണ്ടി. അടിപൊളി, മോശമൊന്നുമില്ല. അതൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത്. ചെറിയ ഡോറിന്റെ ഒരു ചെറിയ ഇതുണ്ട്, വേറെ കുഴപ്പങ്ങളോ അകത്തോട്ട് ഇടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണെങ്കിലോ 2019 മോഡൽ CNG വണ്ടിയാണ്.
ഇതും നമുക്കൊരു 385 റേഞ്ചിലേക്ക് കൊടുക്കാൻ പറ്റും. 385 അല്ലേ? ഇത് കമ്പനി ഫിറ്റഡ് അല്ല, CNG കയറ്റിയേക്കണം കേട്ടോ. അതായത് 19 മോഡൽ വണ്ടിയാണ് LXi ആണ് അല്ലേ? അതെ അതെ. അല്ല VXi ആണല്ലോ. VXi ഇത് VXi ആണ്, അത് LXi ആണ്. അതിപ്പോ പ്രൈവറ്റ് വണ്ടിയാണ്, അത് വേണേ കമ്പനി ഫിറ്റഡ് ആണ്, നമുക്ക് ടാക്സി ആക്കി കൊടുക്കാം. ശരി, ഇത് കാണിച്ചത് നമ്മൾ 385 അല്ലേ പറഞ്ഞത്? ഇതിന്റെ കിലോമീറ്റർ 160. ശരി, സെക്കൻഡ് ഓണർ ടാക്സിയാണ്. അതേപോലെ തന്നെ ഒരു കമ്പനി ഫിറ്റഡ് CNG 2018 മോഡൽ സെക്കൻഡ് ഓണർ, 72,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. 18,72,000. 18,72,000. LXi അല്ലേ? ഇത് LXi ആണ്. എന്താ വില? ഇതൊക്കെ ആവുമ്പോ നമുക്കൊരു 410 കൊടുക്കാം. അടിപൊളി. അതുപോലെ ടാക്സി ആക്കി. ഈ പുതിയ മോഡലാണെങ്കിലോ? ഇതാവുമ്പം 2022 മോഡൽ വാഗണാർ VXi ആണ് കേട്ടോ. ഇതും പ്രൈവറ്റ് വണ്ടി ആയിരുന്നു, ടൂർ അല്ല, VXi ആണ്. ടാക്സി ആക്കിയതാണ്. CNG കമ്പനി CNG തന്നെ വണ്ടി. ഇത് വിലയോ? ആവുമ്പോ നമുക്ക് ഒരു 5 രൂപ. 5 VXi ആയോണ്ട് കേട്ടോ ആസ്ക് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും കയറും. മാക്സിമം ലോണും കയറും. ഇതാ വീണ്ടും ഒരു CNG. ഇത് CNG 2016 മോഡല്. 16. ഇതൊക്കെ ആവുമ്പോ നമുക്ക് ഒരു 2 രൂപ റേഞ്ചിന് കൊടുക്കാം. 2 രൂപയ്ക്ക് കൊടുക്കാം അല്ലേ? അതൊക്കെ നെഗോഷ്യബിൾ ആട്ടോ. നിങ്ങൾ പേപ്പർ ലൈവ് അത്യാവശ്യം ഉള്ളതാട്ടോ. പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇതാണെങ്കിലോ? അതും 2016 മോഡൽ ആൾട്ടോ സെലീരിയോ CNG വണ്ടി. 30 കിലോമീറ്റർ മൈലേജ് 30 കിട്ടും ഇതിനൊക്കെ. അതെ അതെ. ഇത് നമുക്ക് എന്ത് വിലയുണ്ട്? 16 ആകുമ്പോൾ നമുക്ക് 2,85. 2,85,000 രൂപ. അതൊക്കെ നിങ്ങൾ വരിക, വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. നല്ലോണം ചെക്ക് ചെയ്ത് എടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിസൈർ കിടക്കണ്ടല്ലോ. ഇതോ? ഇത് 2014. 14 ടൂറാട്ടോ. ടൂർ തന്നെ. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. ഇതൊക്കെ ടൂർ പാക്കേജ് ഞാൻ പറഞ്ഞില്ലേ, 24 കിലോമീറ്റർ ഗ്യാരണ്ടി ആയിട്ട് മൈലേജ് കിട്ടുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ്. അതെ അതെ. ഇത് നമുക്ക് എന്താ വില? ഇതിന്റെ കിലോമീറ്റർ 1.75 ആണ്. ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 2.15 ആസ്കിങ്. 2.4 കൊടുക്കാം. ഇതൊരു കസ്റ്റമർ കൊണ്ട് ഇട്ടേക്കണം, അതാണ് വിലയിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നത്. ശരി. ഇനി ഇവിടെ ഇയോൺ ഉണ്ടല്ലോ. ഇയോൺ 2 ഉണ്ട്. ഇഷ്ടം പോലെ 2 അല്ല 4 കിടപ്പുണ്ട് ഒരേ കളർ. ഒരേപോലത്തെ 2 കിടപ്പുണ്ട്. ഇത് ഏതാ മോഡല്? ഇതും 18 ആണ്, അത് 17 ആണ്. 18 എന്താ വില? ഇത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 1.85 രണ്ടിനടുത്ത് ഓടിയിട്ടുണ്ട്. അത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതാകുമ്പോ ഈ പറഞ്ഞ പോലെ 2.15 ആ റേഞ്ച്. പുതിയ പേപ്പർ ഉള്ളതാണ്, 2 കൊല്ലം പേപ്പർ ഉള്ളതാണ് കൊടുക്കാം. മറ്റേതാകുമ്പോൾ നമുക്കൊരു 2.35 ആസ്കിങ്. 17 കിലോമീറ്റർ 1 ലക്ഷമാണ്. ഫുള്ള് കമ്പനി സർവീസ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ശരി. അപാകതയൊന്നുമില്ലല്ലോ? അപാകത കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്. ഇവിടെ ഒരു വാഗണർ കൂടി ഉണ്ടല്ലോ. അത് വാങ്ങണ 2024 പെട്രോള്. 24 പെട്രോള്. 24 25 പെട്രോള്. പുത്തൻ വണ്ടിയല്ലേ? 25 24 ഒക്കെ കിടപ്പുണ്ട് പെട്രോൾ വണ്ടി. ഇത് 10,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. അതെ അല്ലേ? വെറും 10,000. വെറും 10,000 കിലോമീറ്റർ. പെട്രോൾ മാത്രമേ ഉള്ളൂ, CNG ഇല്ല. CNG വേണമെങ്കിൽ കയറ്റി. ഇപ്പം പഞ്ചായത്ത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതിലോട്ടൊക്കെ രജിസ്റ്റർ ചെയ്യണവർക്ക് CNG ആവശ്യമില്ല. LXi ടൂർ തന്നെ. ഇതൊക്കെ ആകുമ്പോൾ 4.85 ആസ്കിങ്. 24 അപ്പുറത്തോട്ട് പോയി. അതായത് 24 മോഡല്, വെറും 10,000 കിലോമീറ്റർ ഓടിയ അടിപൊളി ക്വാളിറ്റി ഉള്ള വാഗണർ കേട്ടോ. മോഡലുള്ള വണ്ടിയാണ്. ഏതെങ്കിലുമൊക്കെ സർക്കാർ സ്ഥാപനങ്ങളിലെ കാര്യങ്ങളൊക്കെ കയറ്റണമെങ്കിൽ പറ്റുന്നവർക്ക് മാക്സിമം ഫുൾ ഓണിട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്നും മുടക്കണ്ട അല്ലേ? ഇത് 2015 മോഡൽ റിച്ച് LDI ആണ്. LDI. ഇതും 1.60 അങ്ങനെയുണ്ട്. സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. വെറും 2.25 രൂപ കൊടുത്തേക്കാം. 2,75,000 രൂപയ്ക്ക് ഡീസൽ വണ്ടി 2.25 രൂപ. 14 LDI അല്ലേ? 15. ഇത് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇതിന് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതാണെങ്കിലോ? ഇല്ല, ഇതിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ഡോറിന്റെ ഗ്ലാസ് ഇല്ലേ, ആ ഒരു ഗ്ലാസ് മാറിയിട്ടുണ്ട്, ഡോർ മാറിയിട്ടില്ല. ഇതാണെങ്കിലോ? ഇത് 2016 മോഡല്. ആക്സിഡന്റോ റീപ്ലേസ് മേജർ ആയിട്ടൊന്നും ഇല്ല, എന്നാലും ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. വേറെ ഇവിടെ തട്ടി അകത്തോട്ട് കയറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. 16 വണ്ടി. എന്താ വില? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 3.35. 3.30 കൊടുക്കാം. 16 വണ്ടി 16 ഡീസൽ വണ്ടി, 24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഗ്യാരണ്ടി ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള വണ്ടി. ഇത് 2019 മോഡൽ പെട്രോൾ മാത്രമുള്ള വണ്ടി. 1.40 കമ്പനി സർവീസ് ആണ്. ഈ ഒരു ബോണ്ട് റീപ്ലേസ് ഉണ്ട്. ബോണ്ട് അങ്ങനെ ചെറിയ അകത്തോട്ടൊന്നും ഇതില്ല. ശരി. എന്താ വില? ഇതും പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ നമുക്ക് 6,000 രൂപ കൊടുത്തേക്കാം. 6,25,000 രൂപ ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. 2019 മോഡൽ. കൊള്ളാം. ഇനി ഇതാ ഇവിടെ ഒരു എർട്ടിഗ കൂടി ഉണ്ട്, പഴയ ഷേപ്പ്. ഇതാണെങ്കിലോ? അത് 16 ഡീസൽ വണ്ടി. ഈ പറഞ്ഞ പോലെ പാക്കേജ് ഒക്കെ നോക്കണവർക്ക് 10-24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതും ഡീസൽ വണ്ടിയെ മുതലാവുള്ളൂ. CNG വരും പാക്കേജ് ഉള്ളവർക്ക് അത്ര മുതലായിരുന്നല്ലോ. ഒരു 5.85 കൊടുക്കാം. 1.90 കമ്പനി സർവീസ് ഉള്ള വണ്ടി. 1.90 കമ്പനി സർവീസ്. ഇതിനും വേറെ അപാകത കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫുൾ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കണം. ഫുൾ ഫോട്ടോസ് ഇന്റീരിയർ എല്ലാം നമുക്ക് അയച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഇപ്പൊ പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട്, അതിനകത്തോട്ടൊക്കെ ഇത് ഇട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നല്ല വൃത്തിയുള്ള വണ്ടികൾ കേട്ടോ. എല്ലാ ഹൈ ക്വാളിറ്റി വണ്ടികൾ. അതെ. ഇതാ ഇവിടെ ഒരു സ്വിഫ്റ്റും കൂടി കിടപ്പുണ്ട്. ഡിസൈർ തന്നെയാണ്. ഡിസൈർ ഇത് ഏതാ മോഡല്? ഇത് 2015 മോഡല്. 15 അല്ലേ? ഡിസൈർ ടൂറൊക്കെ നോക്കണവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടികൾ ഒരേ ഇത് തന്നെ കിടപ്പുണ്ട്. ഇത് 2 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ആ സീറ്റൊക്കെ മാറ്റി ചെയ്ത് സീറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തേക്കണാണ്. ഇതിന്റെ ബോണ്ട് മാത്രം റീപ്ലേസ് ഉണ്ട്. ഇത് നമുക്കൊരു 2.95 റേഞ്ചിലേക്ക് കൊടുക്കാം. അതും 16 വണ്ടി അല്ലേ? 15 വണ്ടി. ഓക്കെ.
അതും നിങ്ങൾ നോക്കുക, മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അടുത്തത് ലോഡ്ജിയാണ്, 7 സീറ്റർ ആണ് അല്ലേ. 14 ലക്ഷം രൂപ വില വന്നിരുന്ന വണ്ടിയാണ്. 2015 മോഡൽ ഡീസൽ, പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. RS അല്ല, ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്റ് 8 സീറ്റ് നോക്കണവർക്ക് പറ്റുന്നതാണ്. ഇത് നമുക്ക് വെറും 2,65,000 രൂപ ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുത്തത്. 2,65,000 കൊടുക്കും. 1 രൂപ പോലും മുടക്കാണ്ട്. 1 രൂപ പോലും മുടക്കണ്ട. അടിപൊളി, നല്ല പൈസ നോക്കിയോ, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. 2016 മോഡൽ ഫോർഡ് ആസ്പയർ ഡീസൽ 160 കിലോമീറ്റർ ഓയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് നമുക്കൊരു 2,45 ആസ്കിങ് നെഗോഷ്യബിൾ ആണ്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. 2,45 16 വണ്ടിയാണ് തരുന്നത്. നിങ്ങൾ ആലോചിച്ച് കേട്ടോ, ഫുൾ ഫിനാൻസ് കിട്ടും കേട്ടോ. അതാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇതൊരു ചെറിയ എഞ്ചിൻ വാറന്റിയോട് കൂടി കൊടുക്കാവുന്ന വണ്ടിയാണ്. 2018 മോഡൽ സെലീരിയോ VXI. 18 VXI ആണ് കേട്ടോ. ശരി, ഇതിപ്പോ കിലോമീറ്റർ എത്ര? ഇതും 2 ലക്ഷം കിലോമീറ്റർ ഓയിട്ടുണ്ട്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വിലയോ 3,35. 3,35 കൊടുക്കാം. ഞാൻ പറയില്ല, ചെറിയ എഞ്ചിൻ വാറന്റി കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ കൊടുക്കാം. എല്ലാവർക്കും ഒരു പേടിക്കാതാണല്ലോ. പിന്നെ ഈ കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല, പെട്രോൾ വണ്ടികളോ അല്ലേ? പെട്രോൾ വണ്ടികളാണ്, അങ്ങനെ ഇതില്ല. പിന്നെ ഓരോരുത്തർ ഓടിക്കാൻ അനുസരിച്ചിരിക്കും. ഞാൻ ഇപ്പോഴും പറയണം, അതുകൊണ്ടാണ് നല്ലോണം ചെക്ക് ചെയ്ത് എടുത്തോളൂ. നല്ലോണം ചെക്ക് ചെയ്തോടെ. എവിടെ കൊണ്ടുപോയാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ട്. ഇത്രയും വണ്ടികൾ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. അതിന്റെ ഇടയിലായിട്ട് ലാസ്റ്റ് വണ്ടിയായിട്ട് ഒരു നാനോയും കൂടി കാണിച്ചു തരാം. ഇതേതാ മോഡല്? അത് 2014 മോഡല്. 14 ആണ്. ഇത് നല്ല വൃത്തിയുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല, ഒരു ആവറേജ് ഹൈ ക്വാളിറ്റി. ഞാൻ പറഞ്ഞത് ഇപ്പൊ ന്യൂ ഷേപ്പ് പോലെയൊക്കെ ഉണ്ടല്ലോ. അതെ, ലാസ്റ്റ് ഇതായിട്ടുള്ള ചെറിയ വില കൊടുക്കാവുന്നതാണ്. 50 രൂപ റേഞ്ച് ഓടിച്ച് പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളവർക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓടിച്ചൊക്കെ പഠിച്ചതിന് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ വണ്ടിക്ക് എടുത്ത് വേറെ വണ്ടി വരാനുള്ള സൗകര്യം നമുക്ക് ചെയ്യാം. അല്ല, ഇത് റണ്ണിംഗ് ഒക്കെ പക്കയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. 14 വണ്ടിയല്ലേ, ചെറിയ ചെറിയ ഫോൾട്ടുകളൊക്കെ ഉണ്ടോ. ഇതൊന്നും നമ്മൾ എടുത്തിട്ടൊന്നും ചെയ്യണമല്ല. എക്സ്ചേഞ്ച് വന്നേക്കാണ്. 14 ശരിക്കും ഇങ്ങനെ ഒരു ഷേപ്പ് വരൂല. അതെ, 14 ആണ്. പക്ഷെ അത് എന്തെങ്കിലും മാറിയതൊക്കെ ആയിരിക്കും അല്ലേ? വെറും 50 രൂപയ്ക്ക്, വെറും 50 രൂപ കൊടുക്കുക. അടിപൊളി. 29 വരെ പേപ്പറുള്ള വണ്ടി. കൊള്ളാട്ടോ. 29 വരെ പേപ്പറുണ്ട്. 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ എടുത്തോണ്ട് പോകാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ബ്രോ. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾക്ക് ലോൺ മാക്സിമം ചെയ്തു തരും അല്ലേ? ഇതിലെല്ലാം മാക്സിമം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വിലയൊക്കെ പൊട്ടിച്ചിട്ടേക്കാണ് മാക്സിമം ലോൺ ചെയ്യാവുന്നതാണ്. സാധാരണ ടാക്സി വണ്ടിക്ക് ഒരു 1 രൂപ ബഡ്ജറ്റ് ഒക്കെ ഡൗൺ പേയ്മെന്റ് വേണ്ടാണ്. എന്നാൽ ഇപ്പൊ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഒരു 50 രൂപ 30 രൂപ ആ ഒരു ബഡ്ജറ്റിലൊക്കെ ഇടാം. പിന്നെ ചെറിയ രീതിയിലുള്ള കടമൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. മാക്സിമം ലോൺ എമൗണ്ട് ഒക്കെ എന്തെങ്കിലും കുറവ് വന്നാൽ ചെയ്ത് കൊടുക്കാം, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടാക്സി ഒക്കെ അത് തന്നെ അരി വാങ്ങാനാണല്ലോ ഇതൊക്കെ വാങ്ങണ തന്നെ. പിന്നെ എന്താ പറയാ, കുറച്ച് പൈസ കുറവാണെങ്കിലും ബ്രോ നമുക്ക് എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 30,000 രൂപ വരെ ബഡ്ജറ്റ് ഒക്കെ നമുക്ക് അന്നേരം അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം. 30,000 രൂപ കുറവൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഫിനാൻസ് എല്ലാവർക്കും ഇത്ര എമൗണ്ട് വേണമെന്നില്ലല്ലോ. അതെ അതെ അതെ. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ നല്ലൊരു വണ്ടി എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എല്ലാവരുടെയും ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടാക്സി വണ്ടിയൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് 10 രൂപ കുടുംബത്തിന് വേണ്ടി. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് പോരെ. വണ്ടിയുടെ കേസിലൊക്കെ നിങ്ങൾക്ക് നല്ലോണം ചെക്ക് ചെയ്തൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. മാരുതിയുടെ വണ്ടികളാണെങ്കിൽ ഉണ്ടായിട്ട് വണ്ടിയാണെങ്കിൽ ഷോറൂം ഉണ്ട് ഇവിടെ. ഷോറൂം ഉണ്ട് അല്ലേ? ഇപ്പൊ ലോങ്ങിൽ നിന്നുള്ളവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയോടുകൂടി വണ്ടിയുടെ ഇതെല്ലാം നമ്മൾ പറയണ കാര്യങ്ങളെല്ലാം നിലവിലുള്ള കണ്ടീഷനിൽ പക്കായിട്ട് തന്നെ നിങ്ങൾക്ക്. പിന്നെ അമീൻ ബ്രോ നേരത്തെ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു വണ്ടി എടുക്കാൻ വന്ന ഒരു 2.5 ലക്ഷം രൂപ വണ്ടി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് 2.20 ലോൺ കയറുള്ള ഒരു 30,000 രൂപ കുറവുണ്ട്. കൊടുക്കാനില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 മാസം സമയം നമ്മൾ കൊടുക്കും. വിത്തൗട്ട് ഇൻട്രസ്റ്റ്. അതാണ്, ഒരു ഇൻട്രസ്റ്റും വേണ്ട. പിന്നെ അത് തിരിച്ചു കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായത് അത് തന്നെ. അപ്പോൾ അതൊരു എന്താ പറയാ, ഒരു ഉപകാരമാണ്. നമുക്ക് നോർമലി ആൾക്കാർക്ക് ഇപ്പൊ ഫണ്ടിങ്ങിന്റെ ഒക്കെ വിഷയം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ എല്ലാവരും 50 രൂപ 20 രൂപ റേഞ്ചിലൊക്കെയാണ് ചിലപ്പോൾ പെട്ടെന്നൊരു പരിപാടിയൊക്കെ തുടങ്ങി വന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെ ആര് വേണമെങ്കിലും പോലെ എല്ലാവിധ സൗകര്യങ്ങളും കൂടി വണ്ടി എടുക്കാം. എന്തായാലും ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയത്തിനും എറണാകുളം ജില്ലക്കും ഇടയ്ക്കുള്ള തലയോലപ്പറമ്പ്. ഓക്കെ, ധൈര്യമായിട്ട് പോലും നല്ല വണ്ടികൾ വേണ്ടവർ ഈ ഒരു അവസരം കളയണ്ട. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും